പോളി പോളി ഇത് കേട്ടാ ഉമ്മ ആ പ്രതീക്ഷിച്ച് ദിലീപേട്ടൻ നിരവധി. വളരെ സന്തോഷം. ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ നമ്മുടെ ചേട്ടനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് വെറുതെ വീട്ടിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വിധി കേട്ടപ്പോൾ ആദ്യമായിട്ട് എന്താണ് തോന്നിയത്? വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. കുറച്ച് ലേറ്റായി പോയെന്നുള്ള ഒരു വിചാരമുള്ളൂ. അപ്പോൾ ആ 8 വർഷം വെറുതെ എന്തെല്ലാം വേദന അനുഭവിച്ചു. ഇത്ര നാൾ ദ്രോഹിച്ചവരോടൊക്കെ എന്താണ് പറയുന്നത്? സത്യം തെളിഞ്ഞു, ഏതായാലും സത്യം തെളിഞ്ഞു. അപ്പോൾ നമ്മളെക്കാട്ടിലും 8 വർഷം പുള്ളി അനുഭവിച്ച വേദനകൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയധികം വേദന അനുഭവിച്ച വ്യക്തിയാണ്. ഏതായാലും വെറുതെ വീട്ടിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെ ഒരു അതെ, തീർച്ചയായും പ്രതീക്ഷിച്ചു, വിശ്വസിച്ചു. നമ്മുടെ സ്വന്തം ചേട്ടനാണ്. ഞങ്ങൾ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ദിലീപേട്ടൻ്റെ. അപ്പോൾ വിധി എന്തായാലും അത് മാനിക്കുന്നു. വളരെ സന്തോഷം. ദിലീപേട്ടൻ ഇനിയുള്ള സിനിമകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. ഇനിയും ദിലീപേട്ടനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട വച്ചടി കയറ്റമായിരിക്കും. ഇനിയും ദിലീപേട്ടനെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഉണ്ട്. അത് വൻ വിജയമായിരുന്നു. വിധി പിന്നെ ദിലീപേട്ടനെ നമുക്ക് പ്രതീക്ഷിക്കണം. നമുക്കൊന്നും കിട്ടത്തില്ല, വച്ചടി കയറി പോകും. കാരണം ദിലീപേട്ടനെ അടിച്ചമർത്താൻ നോക്കിയവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഉള്ളൊരു തിരിച്ചടിയും കൂടിയാണ്. മാധ്യമങ്ങൾ ദിലീപേട്ടനെ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട് ഈ 8.5 വർഷക്കാലം. ഈ മാധ്യമങ്ങൾക്ക് എന്തായിരിക്കും മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നു. പിന്നെ അവരും കുറെയൊക്കെ ഇതിനകത്ത് ചളി വാരി എറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് ഇത്രയും വർഷം ഒരാളെ തന്നെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വിധി എല്ലാവർക്കും ഉള്ള ഒരു തിരിച്ചടിയായിരുന്നു. സത്യം ജയിച്ചു. പിന്നെ എനിക്കൊക്കെ ദിലീപേട്ടനെ അറിയാം. ഞാനൊക്കെ ദിലീപേട്ടനോട് തങ്കമണി സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാനും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ദിലീപേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ആൾ നല്ല അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്.